ജോലി കഴിഞ്ഞ് ഞാൻ നേരത്തെ വീട്ടിലെത്തി. ഞാൻ വീട്ടിൽ ചെന്നപ്പോ തേജാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അന്നാണെങ്കിൽ ഓഫീസിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്റെ മൂഡ് ചേഞ്ച് ആക്കാൻ തേജാനെ കൊണ്ട് മാത്രമേ കഴിയൂ. സമയം 8 മണി കഴിഞ്ഞു, കണ്ടില്ല. ഇതെവിടെ പോയി? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അതൊന്നും വരില്ലേ? ഏയ്, വരാതിരിക്കില്ല. വെയിറ്റ് ചെയ്യാം. സമയം 10 കഴിഞ്ഞു, 11 കഴിഞ്ഞു, കണ്ടില്ല. എന്തോ മനസ്സ് വല്ലാണ്ട് വേദനിക്കാൻ തുടങ്ങി. ഞാൻ വേഗം കുഞ്ചൂസിനെ വിളിച്ചു. എടി, തേജൻ കുറെ നേരമായിട്ട് കാണാനില്ലടി. നീ വിളിച്ചു നോക്ക്, ഇന്ന് ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ചിലപ്പോ ഫ്രണ്ട്സിന്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ വല്ലതും ആയിരിക്കും. ഇതല്ല, എനിക്ക് പേടിയാവുക. എന്റെ പൊന്നോ, നീ പേടിക്കണ്ട, സീതയുടെ താമ വേഗം വരും, നീ ചെന്ന് കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞ് അവൾ കോള് കട്ടാക്കി. 11:30 കഴിഞ്ഞു, കണ്ടില്ല. അപ്പോഴാണ് ഇൻസ്റ്റഗ്രാമില് തേജാന്റെ സ്റ്റോറി കണ്ണിൽപ്പെടുന്നത്. നിരത്തി പിടിച്ചൊരു 3-4 സാഡ് സ്റ്റോറീസ്. ഈശ്വര, തേജൻ എന്താ പറ്റിയ? അയ്യോ, എനിക്ക് പറ്റണില്ല. ഈശോയെ, തേജാനൊന്നും വരത്തില്ല. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 2 മണി വരെ കാത്തിരുന്നു, കണ്ടില്ല. പിറ്റേന്ന് ഓഫീസിൽ പ്രസന്റേഷന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പോകണല്ലോ എന്നോർത്ത് ഞാൻ മെല്ലെ മയങ്ങി. രാവിലെ കണ്ണു വരുന്നതും തേജായ എന്ന് വിളിച്ചോണ്ടായിരുന്നു. തേജായ വന്നോന്ന് നോക്കി, വന്നില്ല. ഞാൻ വേഗം പോകാൻ ഒരുങ്ങി. രാവിലെ ഫുഡ് കഴിക്കാൻ നോക്കിയിട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. ചായ കുടിച്ചു നോക്കി, അതിനും കഴിഞ്ഞില്ല. വേഗം ഞാൻ പാക്കുവിനെ വിളിച്ചു വരുത്തി. എന്താ വാവേ പറ്റിയേ? കഴിച്ചിട്ടൊന്നും ഇറങ്ങുന്നില്ലടാ. ഞാൻ ഇന്നത്തേക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവിടെ വന്നിട്ട് വേണം ഇനി എന്തെങ്കിലും ചെയ്യാൻ. പറ്റുമെന്ന് എനിക്ക് തോന്നണില്ലടാ. വാവേ, നീ ടെൻഷൻ ആവാതെ, അവനൊന്നും സംഭവിക്കില്ല. ടെൻഷൻ കൂടി നിന്റെ ഹെൽത്ത് മോശമാക്കാതെ. നീ നോക്കിയായി വന്നതാ, വീണ്ടും പഴയതുപോലെ ആവല്ലേ. എനിക്ക് ഇനി അങ്ങനെയൊന്നും കാണാൻ വയ്യ. എനിക്ക് പറ്റില്ല പാക്കു. വാവേ മതി, നിനക്ക് പറ്റും. നീ അറിയിക്കേ, വാ നമുക്ക് പോകാം. രാവിലെ ആയിരുന്നു നിന്റെ പ്രസന്റേഷൻ, അത് കഴിഞ്ഞ് നമുക്ക് അന്വേഷിക്കാം. ഞാനിതെവിടെയാ? ഞാൻ പോയില്ലേ? ഞാൻ ഇന്നലെ എവിടെയാണോ കിടന്നേ? കൊറേ കുടിച്ചല്ലേ. 23 മിസ് കോളോ? സീതയോ ഇതെന്നെ വിളിച്ചേ? മെസ്സേജും ഉണ്ടല്ലോ. ഇവിടെ കുറെ ഉണ്ടല്ലോ. പോയി നോക്കാം. ഞാൻ പോവാ. ഇന്ന് വരുമോ? നോക്കാം. ഇവനെന്താ ഇവിടെ? ദേ നിന്റെ രാമൻ വന്നല്ലോ. എവിടെയായിരുന്നു? എന്താ പറ്റിയ? നിനക്കെന്താ പറ്റിയ? ബെസ്റ്റ്. ഇന്നലെ ഞാൻ അമ്മമാരുടെ കൂടെയായിരുന്നു. ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. കുടിച്ചത് കുറച്ച് കൂടിപ്പോയി. പിന്നെ എന്താ സംഭവിച്ചെന്ന് ഒരു ഓർമ്മയില്ല. ഉറക്കം വന്നപ്പോഴാ നേരം വെളുത്തുന്ന് മനസ്സിലായ. ഇത്രേ ഉള്ളൂ. ഞാൻ നിന്നോട് അപ്പളേ പറഞ്ഞല്ലേ വാവേ, അവനൊന്നും പറ്റില്ലെന്ന്. അപ്പൊ ഇന്നലെ സ്റ്റോറിയോ? അത് ഞാൻ വെറുതെ ഓരോ സ്റ്റോറി ഇടുന്നല്ലേ. ഞാൻ ഇന്നലെ എന്ത് മാത്രം വിഷമിച്ചെന്നറിയോ? ഒരു വക അവള് കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. ഇന്നാണെങ്കിൽ ഒരു പ്രസന്റേഷൻ ഉള്ളതാ, അതുപോലും അവള് ചെയ്തിട്ടില്ല. ഇത് എന്നാ സീതയെ കേക്കണേ? ഞാൻ ഇല്ലെന്ന് വെച്ച് ഇങ്ങനെയാണോ? ഞാൻ പേടിച്ചു പോയി. പറഞ്ഞിട്ട് പോവാ, എന്നെ പേടിക്കില്ലായിരുന്നു. ശരി, കരയണ്ട. എന്നെ പറഞ്ഞിട്ടേ പോവൂ. പറയാ പ്രസന്റേഷൻ കഴിയുമ്പോ ഇവക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് കഴിപ്പിക്കണം കേട്ടോ. ഉള്ള ആരോഗ്യം കൂടെ കളയണ്ട. ഇരിക്കണല്ലേ ഈർക്കില് പോലെ. ഞാൻ കഴിക്കുന്നുണ്ട്. നീ ഇനിയൊന്നും പറയണ്ട. ഡാളിയ കേട്ടല്ലോ? ഓക്കെടാ, സെറ്റ്. നീ പോയി വാ, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ആവേ, എനിക്ക് ചോദിക്കാതിരിക്കുന്ന നിവൃത്തിയില്ല. എന്താ നിങ്ങളുടെ രണ്ടിന്റെ ഉദ്ദേശം? പോട്ടെ, നിനക്ക് അവനാരാ? നിനക്ക് അവനെ ഇഷ്ടമാണോ? അതെനിക്ക് ഇപ്പോഴും അറിയില്ല പാക്കു. ഇത് ലവ് ആണോ, അട്രാക്ഷൻ ആണോ, എനിക്കറിയില്ല പാക്കു. അവൻ നിന്നോട് എങ്ങനെയാ? അവൻ നിന്നെ ഇഷ്ടമാണോ? അങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല. പിന്നെന്തായാലും ഇങ്ങനെ? അത് ചുമ്മാ തമാശക്ക്. നിർത്തിക്കോ. നീ നിന്റെ ജീവിതം വെച്ചാണോ തമാശ കളിക്കുന്നേ? നീ ഒരു പെണ്ണ, അത് നീ ഓർത്തോ. തമാശയാണ് പോലും. നീ ആരാ അവന്റെ സത്യം? എന്നെ കൊണ്ടത് പറയിപ്പിക്കല്. വാവേ, നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്നെ ഇഷ്ടമുള്ളോട്ടെ പറയണേ. ഇപ്പൊ നീ അവനെ സ്നേഹിക്കുന്നു.
അവനെ കിട്ടാണ്ട് വന്ന നീ തന്നെ ഒരുപാട് വേദനിക്കും. എന്തിനങ്ങനെ വേദനിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ നിന്നെ വേദനിപ്പിക്കാൻ ചുറ്റും ആളുകളുണ്ട്. നിനക്കിത് മതിയാക്കി കൂടെ ബാവേ? നിന്റെ കണ്ണീര് കാണാൻ എനിക്ക് ഇനി പറ്റാത്തോണ്ടാ. ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റണ്ടേ. എനിക്ക് അവനില്ലാണ്ട് പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. ബാവേ എനിക്കറിയില്ല പാക്കു, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ എന്താ ചെയ്യാ? ആഹാ, ഇവിടെ നിൽക്കുമായിരുന്നു. ഇതെന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന? ഒന്നുമില്ല, ഞാൻ വെറുതെ നിലാവൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. ആഹാ, ബെസ്റ്റ്. കിടക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ആ, കിടക്കണം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? അതെ, നല്ല ഭംഗിയുണ്ട്. എന്താന്നറിയില്ല, എന്തോ നല്ല തിളക്കുണ്ട്. സത്യം. ആകാശത്ത് ആദ്യം വരുന്ന നക്ഷത്രത്തോട് എന്താഗ്രഹം പറഞ്ഞാലും ആ നടക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും പറഞ്ഞു. നീ എന്താ പറഞ്ഞേ? അത് നിങ്ങളെന്തിനാ അറിയണേ? അത് ഞാനും ആ നക്ഷത്രം മാത്രം അറിഞ്ഞാ മതി. ഞാൻ പോവാ. സീതേ, ഇന്നലെ നീ ഒരുപാട് കരഞ്ഞല്ലേ? സോറി. എന്താ ഇത്? ടീച്ചർ എന്റെ അടുത്ത് എന്തൊരു സോറി പറയണേ? എനിക്കിഷ്ടമല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ ഇന്നലെ വിഷമിച്ചാലെന്താ? ഇപ്പൊ ഞാൻ ഹാപ്പിയല്ലേ? അതുകൊണ്ട് എനിക്ക് ആ നക്ഷത്രത്തോട് ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? അല്ല, വേണ്ട, ആദ്യം നടക്കുമോ നോക്കട്ടെ. നടന്നാ ഈ സീത തന്നെ ടീച്ചറിനോട് വന്നു പറയും. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. ഞാൻ അറിയിക്കാത്ത തന്നെയാ. അറിയണ്ട, ഒന്നും അറിയണ്ട. എനിക്ക് വേണമെങ്കിൽ വാശി കാണിക്കാം. കാണിക്കാത്തത് ചിലപ്പോ വാശി കാണിക്കില്ലേ? നിങ്ങൾ എനിക്ക് നഷ്ടമാകും. അത് പേടിച്ച ടീച്ചർ എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാ മതി. അത് മാത്രം മതി എനിക്കെന്നും. സീതേ, ഞാൻ ഇറങ്ങുവാ. അതെ, വൈകിട്ട് വരുവോ? നീ ഇനി അതെപ്പോഴും ചോദിക്കണ്ട സീതേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പകലും ഇരവും തെളിനിഴലായി കൂടെ തോളിലൊരുങ്ങും പെണ്ണേ നീ പിടിയായി നിന്നോ വയ്യാതേതോ പ്രണയം വന്നോ നിന്നെഞ്ചിൽ മനസ്സിൻ കൂടെ ഒരു മായാവർണ്ണം തീർക്കും
ടീച്ചായ ഉം. ടീച്ചറിന്റെ ഫേവറേറ്റ് സോങ് ഏതാ? അങ്ങനെ ചോദിച്ചാ കൊറേ ഉണ്ട്. പിന്നെ റീസെന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, അതേതാ? കടവുൾ തന്ത. കേട്ട് നോക്കണം. നീ ഇന്ന് പോണില്ലേ? ഇല്ല, ഇന്ന് പോണില്ല. ആണോ? എന്നാ ഞാൻ ഇറങ്ങുവാ. വൈകിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കണ്ടല്ലോ അല്ലേ? കടവുൾ തന്ത. കേട്ട് നോക്കാം. ഇതുവരെയും ഒരു പാട്ടിനോട് തോന്നാത്തൊരു തരം ഇഷ്ടമായിരുന്നു ആ പാട്ടിനോട്. പിന്നീട് ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ടേച്ചായുടെ മുഖമായിരുന്നു മനസ്സിൽ. கடவுள் தந்த கவிதை போல உன்னை நான் பார்க்கிறேன். இதற்கும் மேலே என்ன வேண்டும் என நான் கேட்கிறேன். இருவிழியில் இதயம் தூங்க தினசரி கனவை வாங்க இனி இவனின் இரண்டாம் பாகம் நீ அல்லவா? பேசும் மழையே ஓ, நனைய வரவா பூவின் இதழாலே உனைய வரவா சாலை நிழல் போலே அலைந்து விடவா மாலை நிலவோடு தொலைந்து விடவா. ടീച്ചായ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക. ഞാൻ ഇന്ന് ആ പാട്ട് കേട്ട്. ഏത് പാട്ട്? ടീച്ചാൻ ഇഷ്ടാന്ന് പറഞ്ഞില്ലേ ആ പാട്ട്. സത്യം പറഞ്ഞ എനിക്ക് ഇതുവരെ ഒരു പാട്ടിനോട് തോന്നാത്തൊരു തരം ഇഷ്ട. എന്ത് രസം കേൾക്കാൻ. ഓരോ തവണ കേൾക്കുമ്പോഴും ഓരോരോ ഭംഗിയാ. ഇപ്പൊ ആ പാട്ട് കേൾക്കുമ്പോ തോന്നുന്ന ഭംഗിയല്ല രണ്ടാമത് കേൾക്കുമ്പോ. അതെന്താ ടീച്ചായ അങ്ങനെ? ബിക്കോസ് നീ ആരോ ഭ്രാന്തമായി പ്രണയിക്കുന്നുണ്ട്. ഇല്ലേ? ഇല്ല. ഐ നോ, നിനക്കൊരാളെ ഇഷ്ടം. അതിന് ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയണ്ട. നിന്റെ രീതിയും സംസാരവും ഒക്കെ കണ്ട എനിക്ക് മനസ്സിലാവും. സത്യം പറയടേ, ആരാത്? അങ്ങനെ ആരുമില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഫുഡ് എടുക്കാം. പിറ്റേന്ന് ഞാൻ ആ പാട്ട് കേട്ടോണ്ട് തന്നെ ഇരുന്നു. സത്യം പറഞ്ഞ ഒരു മടുപ്പ് തോന്നണില്ലായിരുന്നു. വീണ്ടും 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 കേൾക്കാൻ തോന്നുമായിരുന്നു. അത്ര ഭംഗിയായിരുന്നു ആ മ്യൂസിക്, ലൈൻസ്, വോയിസ് എല്ലാം. മെല്ലെ എന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. കാതുകളില് ആ പാട്ട് മാത്രം കേട്ടാ മതി എന്നായി. എന്നും നിറയ്ക്കാനാവേ സോണമുഖിലേ നീ അരികെ വരുമോ താരലിപിയാ പ്രണയമെഴുതാ ദേവകഥ പോലെ ഇനിയുമിതിരെ പാതി മറയാതെ പതിയെ ഒഴുകാ. എനിക്ക് പറ്റില്ല. നീ ഇത് ചെയ്യോ? എന്താ പറ്റിയ ബാബേ? ഞാനൊരു പാട്ട് കേട്ട് അതൊന്നും നിർത്താൻ തോന്നുന്നില്ല. അത് തന്നെ കേട്ടോണ്ടിരിക്കാൻ തോന്നുക. ഒരു കോൺസെൻട്രേഷൻ കിട്ടണില്ല ബാക്കു. എനിക്ക് ഓക്കെ ആവണമെങ്കിൽ കുറച്ച് ടൈം വേണം. ഇതെന്നെ ബാബേ കേക്കണേ? ദിവസവും കാണൂല്ലോ ഓരോന്ന്. എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ കൂടുതൽ സ്ട്രെസ് ആവണ്ട. നീ കുറച്ചു നേരം വെറുതെ ഇരിക്ക്, ഞാൻ ചെയ്തോളാം. നീ റെസ്റ്റ് എടുക്ക്. ഇനിയും കരഞ്ഞോണ്ടിരിക്കരുത്. ഞാൻ വൈകിട്ട് വിളിക്കാം. എന്തു പറ്റിയേ? അത് മറ്റേ പാട്ടിന്റെ മലയാളം ഉണ്ടല്ലേ? ഉണ്ട്. ഞാൻ അതിന്ന് യൂട്യൂബിൽ കണ്ടു. ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് കേട്ടു. എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ തന്നെ എത്ര തവണ കേട്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല. മടുക്കണില്ല. എന്ത് ഭംഗിയാ. ഇപ്പൊ തന്നെ കണ്ണു നിറയുക. ഹേയ്, ആം ഓക്കെ. ഇത് ആദ്യമായിട്ട് ഇങ്ങനൊരു ഫീൽ. അതാ.
സീത, ഞാൻ ഇറങ്ങുക. അന്ന് ടേച്ചാൻ വീട്ടിൽ കയറി വന്നെങ്കിലും യാതൊരു മൈൻഡും ഇല്ലായിരുന്നു. ചോദിക്കുന്നതിനൊക്കെ മറുപടി മാത്രം. ഓക്കെ ആണോന്ന് ചോദിച്ചപ്പോ ഓക്കെ ആണെന്നും പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി എന്താ കാരണമെന്ന്. ടേച്ചായ കുറെ നേരം കൊണ്ട് ശ്രദ്ധിക്കുക. എന്താ പ്രശ്നം? വന്നിട്ട് ഈ നേരം വരെ ചോദിക്കുന്നതിന് ഉത്തരവല്ലാതെ എന്നോട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്തിനിങ്ങനെ ഉണ്ടായിരിക്കുന്നേ? മനപ്പുറം ഇണ്ടാതിരിക്കുന്നതാ അകലുന്നത് തന്നെ നല്ലത്. ഞാൻ കാരണം നീ ഒരിക്കലും കരയാൻ പാടില്ല. ടേച്ചായ ഒരു 100 തവണ ചോദിച്ചല്ലേ അതാണോ പ്രശ്നം? നോക്ക്, ഞാൻ കരഞ്ഞത് ടീച്ചായ കാരണമാകുന്ന എങ്ങനെയാ? അതെ, ഞാൻ കാരണം തന്നെയാ. മനുഷ്യ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. മനുഷ്യന്മാരായ പാട്ട് കേൾക്കും, ചിലപ്പോ കരയും, ചിലപ്പോ ചിരിക്കും എന്ന് പറഞ്ഞ് എന്നോട് ഇനിയും മിണ്ടാതിരിക്കാൻ ഉദ്ദേശിക്കും. ചട്ടകം പിടിപ്പിച്ച് ഞാനങ്ങ് വെച്ച് തരും, പറഞ്ഞേക്കാം. അയ്യോ, സീതയ്ക്ക് വട്ടായേ നാട്ടാരേ ഓടി വരണേ. ഓ, ഇയാളിവിടെ എവിടെ എന്റെ ചട്ടകം? അയ്യോ വേണ്ടായേ, ഞാൻ മിണ്ടാട്ടിരുന്നോളാം. ആ, അന്ത ഭയർക്കട്ടെ. ടേച്ചായ, എനിക്ക് വീണ്ടും ഒരു ഡൗട്ട്. സ്വാഭാവികം. ഇന്നത്തെ ഡൗട്ട് എന്താ? ചോദിക്കും. അതായത് അന്ന് ടീച്ചായ പറഞ്ഞില്ലേ നിനക്കൊരാളെ ഇഷ്ടാന്ന്? എനിക്കറിയാന്നൊക്കെ. അതെങ്ങനെ മനസ്സിലായി? ഈ കാര്യം ഞാൻ പാക്കുവിനോടും കുഞ്ഞൂസിനോടും അല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നേ? എന്താ ഇതിൽ വല്ല PhD വല്ലതും എടുത്തിട്ടുണ്ടോ? ചെറുതായിട്ട്. ഇതൊക്കെ എനിക്ക് നിന്റെ ടോക്കിൽ നിന്ന് തന്നെ മനസ്സിലായതാ. അതിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഐ ഡോ നോ. ആളാരാണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ നോ നിനക്കൊരാളെ ഇഷ്ടം. ഇതൊക്കെ എങ്ങനെ? ഡേ, സത്യം പറയണം, ഞാൻ നിനക്കാരാ? എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ? നീ ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറ. ഫ്രണ്ട്. പിന്നെ കുറച്ചു നേരത്തേക്ക് മൗനായിരുന്നു. ടീച്ചാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് റൂമിലേക്കും പോയി. ടീച്ചാന്റെ കാര്യത്തിലും പിന്നെ വർക്കും മൈൻഡും ഒരു അവിയൽ പരുവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താ സോൾമേറ്റിനെ കാണാൻ ഒരു പ്ലാൻ ഇട്ടത്. അവളെ കാണാൻ പോകുന്നതിന്റെ സന്തോഷം നന്നായിട്ടുണ്ടായിരുന്നു. സോൾമേറ്റ് ഒന്ന് ഉരുണ്ടല്ലോ നീ. അതിപ്പോ എല്ലാരും പറയുന്നുണ്ട്. അവിടുത്തെ ഫുഡ് കിട്ടിയ എന്തായാലും കൊള്ളാം. അങ്ങനെ ഞങ്ങളേതായിട്ട് ഒരു ലോകത്തേക്ക് നടന്നു. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ രണ്ടും മാത്രം. എടി, നീ എന്താ തീരുമാനിച്ചേ? എനിക്കറിയില്ലടി. നീ എന്താ ചെയ്യാ? എന്റെ ഭാഗത്തെ തെറ്റ് മനസ്സിലാക്കി ഞാൻ അവരോട് 100 സോറി പറഞ്ഞു. തിരിച്ചു വിളിച്ചു. ഇതിൽ കൂടുതൽ ഞാൻ എന്താടി ചെയ്യണ്ടേ? ഇച്ച എന്ത് പറഞ്ഞു? അങ്ങേരോട് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. ഇനി അവിടെയും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് എന്തിനാ? പ്രശ്നം വഷളാകത്തേ ഉള്ളൂ. എന്നാ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞറിഞ്ഞു എന്ന് നീ അവരോട് പറയരുത്. പിന്നെ ഇതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുകയും ചെയ്യരുത്. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. പറ. നീ ഇനി നിന്റെ ഇച്ചാനെ ഒന്നും കാത്തിരിക്കണ്ട. അവരിനി പഴയതുപോലെ നിന്റെ കൂടെ ഉണ്ടാവില്ല. എന്താ പറഞ്ഞേ? ഇതാ ഞാൻ ആദ്യം പറഞ്ഞേ. കരയാതെ. അതിന് മാത്രം വലിയ തെറ്റാണോടി ഞാൻ ചെയ്തത്. എനിക്കിപ്പോ ആരുമില്ലല്ലേ? സോൾമേറ്റ്, നീ എന്താ ഈ പറയണേ? നിനക്ക് ഞാനില്ലേ? നീ അനിയൻകുട്ടനുമായിട്ട് കോണ്ടാക്ട് ഇല്ലേ? അവനവന്റെ ഇച്ച പറയുന്നല്ലേ വിശ്വസിക്കൂ. ഞാൻ പറയുന്ന അവൻ കേട്ട് നിൽക്കില്ല. എന്നാ നിനക്ക് തെറ്റി. അവൻ നിന്റെ ഒരു കോളിന് വേണ്ടി കാത്തു നിൽക്കുക. അവൻ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നീ പേടിക്കണ്ട, ഞാൻ എല്ലാം അവനോട് പറയാറുണ്ട്. പിന്നെ ഒരു ഭാരം ഒഴിഞ്ഞ പോലെയായിരുന്നു. സോൾമേറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ കോപ്പേ, എന്തിനാടി നമുക്കിടയിൽ ഇപ്പൊ ഫോർമാലിറ്റി ഇടുന്ന? നിനക്ക് ഇതുവരെ നിർത്താനായില്ലേ? ശീലായി പോയിടി. നീ പറ, എന്താ? ഞാൻ നേരത്തെ പറയാറില്ലേ എന്റെ ക്രഷിനെ പറ്റി? അയാളെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് വെച്ച് പരിചയപ്പെട്ടു. ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അവനാണോ ഇവൻ? ഏതവൻ? പാക്കു എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു ഈ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് അത് ചോദിക്കാനും പറഞ്ഞു. നീ എന്താടി ഒരു ചെറുക്കനെ കെട്ടി വീട്ടിലെത്തിയേക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. എടി, അതെന്റെ ക്രഷ്. പക്ഷെ നിന്റെ രീതി കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എടി സത്യം. അങ്ങനെ എന്റെ സോൾമേറ്റ് ചെറുക്കാൻ കിട്ടി. ഡി നീ അവനെ കോൾ ചെയ്യേ, എനിക്ക് പരിചയപ്പെടണം. എന്തിന് കോൾ ചെയ്യടി? ഓ, ചെയ്തു. ഹലോ, എന്താ ചെയ്തേ? അതെ തേച്ചായ, എന്റെ സോൾമേറ്റ് ഇച്ചാനൊന്ന് പരിചയപ്പെടണമെന്ന്. ഞാൻ കൊടുക്കാവേ. ഹലോ. ഹലോ. ഹായ്, ഞാൻ സെലീന. അവള് പറഞ്ഞിരുന്നു. എടി, ആള് കൊള്ളാലോ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ നിന്നെ ഹാപ്പി ആക്കി വെക്കുന്നുണ്ട്. അതിലെനിക്കൊരു സമാധാനം. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു.
ഒരുപാട് നാള് കൂടി കാണുന്നതല്ലേ. ഉം. ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, കാണിക്കാം. ദേ നോക്ക്. കൊള്ളാലോ. ഉം. ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാം. ഞാനങ്ങനെ കവിത എഴുതുന്ന ആളല്ല. അന്നെന്തോ പെട്ടെന്ന് ടേച്ചാനെ പറ്റി കവിത എഴുതാനൊക്കെ തോന്നി. എഴുതി കഴിഞ്ഞ് ടേച്ചാനെ കാണിക്കാൻ ഞാൻ ടേച്ചാൻ്റെ അടുത്തേക്ക് ചെന്നു. ടേച്ചാ, എന്റെ പെണ്ണിനെ ഇങ്ങനെ കരയാൻ ഞാൻ ഇല്ല എന്റെ കൂടെ